ഹലോ ഫ്രണ്ട്സ്, ചെമ്പനീർ പൂവിൻ്റെ പുതിയൊരു പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നാളത്തെ എപ്പിസോഡ് എന്ന് വെച്ചാൽ അടിപൊളിയാണ് കേട്ടോ. ശ്രുതിയാണെങ്കിൽ കിടന്നുകൊണ്ടിരിക്കല്ലേ, അപ്പോൾ സച്ചിയും കൂടെ അങ്ങോട്ടേക്ക് വരുമ്പോഴാണല്ലോ രംഗം ഒന്നും കൂടി കൊഴുക്കുക. സച്ചിയെത്തും ഇവൻ്റെ ഉറക്കം കാണുമ്പോഴേ താഴെ പോയിട്ട് ജഗ്ഗിലെ വെള്ളം എടുക്കാണ് കേട്ടോ. അപ്പം രേവതി ചോദിക്കൂ, ഇത് എന്തിനാ സച്ചിയേട്ടാ? നീ ജലധാര എന്ന് കേട്ടിട്ടുണ്ടോ? കണ്ടില്ലെങ്കിൽ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം, എൻ്റെ കൂടെ പോരെ എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോവാണ് കേട്ടോ. അങ്ങനെ നേരെ പോകുമ്പോൾ നമ്മുടെ രവി പറയും, ഇവൻ എണീറ്റില്ലെങ്കിൽ നമുക്ക് ഡോക്ടറെ വിളിക്കാന്ന് പറയണേ. അയ്യോ അച്ഛാ, എന്തിനാ ഡോക്ടറൊക്കെ വിളിക്കണേ? അതിനുള്ള മരുന്ന് എൻ്റെ കയ്യിൽ തന്നെ അല്ലേ എന്നങ്ങ് പറഞ്ഞ് ആ വെള്ളം അങ്ങ് ഒഴിക്കാണ് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ശ്രുതിയാണെങ്കിൽ എണീറ്റിരിക്കുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ നമ്മുടെ രേവതിയോട് കയർത്തിട്ട് ചന്ദ്ര അടുക്കളയിൽ ഇങ്ങനെ നിൽക്കണേ. നിങ്ങൾക്ക് രണ്ടുപേർക്കും കൂടി റൂമിൽ കിടക്കാൻ വേണ്ടിയിട്ടല്ല ഇങ്ങനെയൊക്കെ ചെയ്ത് എന്നങ്ങ് ചോദിക്കുന്ന നേരം നമ്മുടെ രേവതിക്ക് അങ്ങ് ചൂടാവാണ്. രേവതി പറയും, അമ്മയുടെ ഈ വിഷം പുരണ്ട വാക്കുണ്ടല്ലോ, എൻ്റെ സ്നേഹനിധിയായ ഭർത്താവിൻ്റെ അമ്മയായിപ്പോയി, അല്ലെങ്കിൽ ഉണ്ടല്ലോ ഈ തിളയ്ക്കുന്ന കറി എടുത്ത് നിങ്ങളുടെ മുഖത്ത് ഒഴിച്ചേനെ എന്ന് പറയാൻ കേട്ടോ. എന്നിട്ട് നമ്മുടെ രേവതി അങ്ങ് സ്ലോ മോഷനിൽ പോണ ഒരു അടിപൊളി പ്രമോ ആയിരുന്നേ കണ്ടിരുന്നത്.